7th December is celebrated as Armed Forces Flag Day in India. Secretary of Air Force Association Ernakulam Chapter, veteran air warrior Vinod Kumar, addressing the meet conducted by Zilla Sainik Board, Ernakulam District in Kerala. കുടുംബാംഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പതാക ദിനം ആചരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ കേരളക്കരയെ സംബന്ധിച്ച് നമ്മൾ വളരെ വർഷങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിലെ വളരെ ശക്തിയായ ഒരു സാന്നിധ്യമായിരുന്നു നമ്മുടെ മലയാളികൾ. പക്ഷേ ദുഃഖത്തോട് പറയട്ടെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ ആർമഡ് ഫോഴ്സസിലേക്ക് പോകുന്ന മലയാളി യുവാക്കളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വാസ്തവത്തില് നമ്മൾ സദേൺ സ്റ്റേറ്റ്സ് ഒരു യുദ്ധത്തിന്റെ കെടുതിയായി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൊതുസമൂഹത്തിന് നമ്മളുടെ സൈനികരുടെ യഥാർത്ഥത്തിലുള്ള പവർ എന്താണ്, വില എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അങ്ങനെയുള്ള ഈ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ സൈനികത്തിൽ സേവനത്തിലേക്ക് കൂടുതൽ യുവാക്കൾ മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായും പൊതുസമൂഹത്തിന് സൈന്യത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആവശ്യമാണ്. തീർച്ചയായും നമ്മുടെ യുവാക്കളെ ഈ സൈന്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഈ സൈനിക സേവനത്തിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ പതാക ദിനത്തെ പോലെയുള്ള കൂട്ടായ്മകൾ പൊതുസമൂഹത്തെ ബന്ധപ്പെടുത്തി നമ്മളുടെ യുവാക്കൾ ഈ സൈനിക സേവനത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. അതുപോലെ തന്നെ വിമുക്തപരമായ റിട്ടയർമെന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സഡൻ ഡിമൈസ് ആ കുടുംബത്തിനുണ്ടാക്കുന്ന ആഘാതം വലുതാണ്. സൈനികൻ പെട്ടെന്ന് വിട്ടു വരുമ്പോൾ അവർക്ക് വാക്യൂം ഫീൽ ചെയ്യുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം ശക്തമാക്കുന്നത്. കാരണം നമ്മളുടെ വനിതകൾക്ക് സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങളായാലും ഇടപെടാൻ പറ്റുന്ന ഒരു ശക്തമായ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ എയർഫോഴ്സ് അസോസിയേഷൻ എറണാകുളം ചാപ്റ്റർ വൈറ്റ്ല ഹബിന്റെ ഒരു സ്വന്തമായിട്ട് ഓഫീസുണ്ട്. നമ്മൾ എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാവരും ബന്ധപ്പെടുത്തി ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് നമ്മളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഒരു കൂട്ടായ്മ വേണം. അപ്പോൾ ഒരു സൈനികൻ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ തീർച്ചയായും നമ്മൾ അദ്ദേഹത്തിന്റെ ചടങ്ങിന് തീർച്ചയായും ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് നമ്മൾ അവിടെ പോവുകയാണ്. അതായിരിക്കും നമുക്ക് ഏറ്റവും അഭിമാനകരമായ നിമിഷം. എന്തായാലും കൂടുതൽ ഞാൻ നിരൂപിക്കുന്നില്ല. എല്ലാവരും പതാക ദിനം ആശംസിച്ചുകൊണ്ട്, അതുപോലെ എയർഫോഴ്സ് അസോസിയേഷൻ എറണാകുളം ചാപ്റ്ററിന്റെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പതാക ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു.